ഹായ് ഓൾ, ഐ ജോസഫ്. ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാർക്കറ്റ് ഡൗൺ വരുമ്പോൾ മ്യൂച്വൽ ഫണ്ട് SIP അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പല ഇൻവെസ്റ്റേഴ്സും ഒരു മാർക്കറ്റ് കറക്ഷൻ വരുമോ അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ പാനിക് ആകുകയും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ടെൻഷൻ അടിച്ച് അത് മ്യൂച്വൽ ഫണ്ട് SIP ആണെങ്കിൽ അല്ലെങ്കിൽ STP ഒക്കെ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ഒരു മെന്റാലിറ്റിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം വിചാരിക്കുന്നത്, നമ്മൾ എന്ത് സാധനം ഇതൊഴിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ബാക്കി എവിടെ ചെന്നാലും നമ്മളൊരു കോസ്റ്റ് കുറവ് വരാൻ അല്ലെങ്കിൽ ഒരു ഓഫർ കിട്ടാൻ ഡിസ്കൗണ്ട് കിട്ടാനൊക്കെ നമ്മൾ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം മാർക്കറ്റ് കറക്ഷന് അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് വരുമ്പോൾ SIP കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കാരണം നമ്മള് ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിലായിക്കോട്ടെ എവിടെ പോയാലും നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടുന്നത് കൊണ്ടാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രിയമുള്ള വേർഡ് തന്നെയാണ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളിപ്പോ പല മീഡിയാസിൽ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഒരു വാട്സപ്പിലൊക്കെ വായിക്കുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റോപ്പിംഗ് പെർസെന്റേജ് കൂടിയെന്നുള്ളത്. ഇവിടെ നമ്മളെ മ്യൂച്വൽ ഫണ്ടിൽ SIP ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആക്കുന്നത്. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു കോസ്റ്റ് ആവറേജ് ചെയ്യുകയും ആ ആവറേജ് നമ്മുടെ ആദ്യ കോസ്റ്റ് റിഡക്ഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. കാരണം മാർക്കറ്റ് ഇനി ഒരു വേറൊരു മോഡിലേക്ക് വരുമ്പോൾ സൈഡ് വരുമ്പോൾ നമ്മുടെ ഈ താഴത്തുള്ള പർച്ചേസ് നമുക്ക് നല്ലൊരു കോസ്റ്റ് റിഡക്ഷനും അത് നല്ലൊരു പ്രോഫിറ്റിന് ഉള്ള ഒരു ചാൻസ് കൂട്ടുകയുള്ളൂ. ഇത് നമ്മൾ ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റേഴ്സിന് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോങ് ടേമില് നല്ലൊരു വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ പല ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ട് SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ പ്രോഫിറ്റ് കാണിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ വരുന്നതാണ്. ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഈ ഇൻവെസ്റ്റേഴ്സ് ലോങ് ടേം വിഷനിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. മാർക്കറ്റിന്റെ ഒരു പെട്ടെന്ന് ചെറിയൊരു കറക്ഷൻ വരികയിൽ ഇൻവെസ്റ്റേഴ്സ് ഇത് വരുമ്പോൾ നിർത്തി പോകുന്ന ആ ഒരു മെന്റാലിറ്റി കീപ്പ് ഒട്ടും ശരിയായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. ഈ ആറ്റിറ്റ്യൂഡ് മാറ്റി ഈ ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് വരുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് SIP കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്കും അതല്ലെങ്കിൽ ലംസ എമൗണ്ട് ഇടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം STP പ്രോസസ്സിലേക്ക് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്രോസസ്സിലേക്ക് മാറാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക. ഇവിടെ ലോങ് ടൈമിൽ നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിന്റെ ഒരു ഇറക്കത്തിന് ഒരു കയറ്റം ഉണ്ടാവും, കയറ്റത്തിന് ഒരു ചെറിയ ഇറക്കം ഉണ്ടാവും. ഈ സെറ്റ് സംഖ്യയിലെ മാർക്കറ്റ് എന്തായാലും നല്ലൊരു മൂവ്. ഇന്ത്യൻ മാർക്കറ്റ് ഓവർ ദ പീരീഡ്